വെൽക്കം ബാക്ക്. അപ്പൊ എന്താണ്ട് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാനൊരു കമ്പ് എവിടെന്നോ സംഘടിപ്പിച്ചിട്ടുണ്ട്. കമ്പ് സംഘടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. നല്ല ചൂരൽ കമ്പാണ്, നല്ല കട്ടിയൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അതിനകത്ത് ഒരു വൈറ്റ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി സൗണ്ട് ക്വാളിറ്റിയിൽ ചെറിയൊരു പ്രോബ്ലം കാണും, അതേ മൈക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ പറയുന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളാണ് എന്റെ സപ്പോർട്ട്, നിങ്ങളാണ് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറ്റുന്ന പോലെ റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ പറയാം. അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണം, അല്ലെങ്കിൽ ആ ചേച്ചി ഇതിങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലതെന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അനുസരിച്ച് ഞാൻ എന്തെങ്കിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാം റെഡി ആണല്ലോ, പഠിച്ചു തുടങ്ങാം. അല്ല, നമ്മൾ ഇന്ന് നോക്കുന്നത് കമ്പനി ബോർഡ് LGS സ്റ്റഡി പ്ലാൻ സെറ്റാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ വന്നത് സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അതിന്റെ സ്റ്റഡി പ്ലാൻ ആണ് നോക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ സ്റ്റഡി പ്ലാൻ നോക്കുമ്പം നമുക്കറിയാം നമ്മുടെ ഈ എക്സാം കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞ എക്സാം വരുന്നത്, അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബർ മാസത്തിലാണ്. ഇപ്പൊ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സാധാരണയായി നമ്മുടെ PSC എക്സാംസ് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും എക്സാം വരുന്നത്. ഇപ്പൊ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ നമ്മുടെ 2026 പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും, ഇതിന്റെ എക്സാം വരും. അങ്ങനെ 2026 പകുതി ആയി കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് ഇട്ട് നിങ്ങൾ നല്ല റാങ്ക് ഉണ്ട്, നിങ്ങൾ മുകളിലോട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2027 സ്റ്റാർട്ടിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും ജോലിയിൽ ഇരിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അത്ര കറക്റ്റ് ആയിട്ടൊരു അറേഞ്ച്ഡ് പാറ്റേൺ ഉള്ള ഒരു എക്സാമായി വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ ഡിസംബറിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമുക്ക് അറിയാം. അപ്പൊ നിങ്ങളെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് 3000-ഓളം ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 3000 ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് 2500 പേരൊക്കെ എടുക്കുന്നുണ്ട്. അതായത് അത്യാവശ്യം വേക്കൻസീസ് ഉള്ളതും റിക്രൂട്ട്മെന്റ് നടക്കുന്നതും അഡ്വൈസ് ഒരുപാട് പോകുന്ന ഒരു ലിസ്റ്റാണ് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ലിസ്റ്റ്. ഓക്കെ, പിന്നെ അതിനകത്ത് ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ കേരളം മൊത്തത്തിലാണ് എത്ര വരുന്നത്, 3000-ഓളം ആൾക്കാരെ ലിസ്റ്റ് ഇടുന്നത്. അതിനകത്താണ് 2000 ആൾക്കാരെ എടുക്കുന്നത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് എളുപ്പമാണ് എന്നുള്ളൊരു മൈൻഡിൽ പോരുത്. അതേപോലെ തന്നെ കോമ്പറ്റീഷനും കൂടുതലായിരിക്കും. കാരണം ഡിഗ്രിക്കാർക്ക് കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കോമ്പറ്റീഷനും കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ? നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയല്ല, അതിന്റെ റിയാലിറ്റി പറഞ്ഞു തരിക. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഫ്രീ ആയിട്ടാണ് കുറച്ച് പഠിച്ചാൽ മതി കിട്ടും എന്നൊരു മൈൻഡ് സെറ്റിൽ ആരും പഠിക്കാൻ തുടങ്ങരുത്. പഠിക്കുന്നെങ്കിൽ നല്ല വൃത്തിക്ക് എല്ലാ ഡീറ്റെയിലും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഒരു പഠനം നിങ്ങൾ എന്ത് ചെയ്യാൻ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ. അതാണ് ഫസ്റ്റ് കാര്യം പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഇതൊരു കേക്ക് വാക്കാണ്. പെട്ടെന്ന് നടന്ന് നമുക്ക് ജോലിക്ക് ഇരിക്കാൻ പറ്റുമെന്നൊരു ചിന്ത വേണ്ട. നമ്മൾ പഠിക്കുക. നിങ്ങൾ മിക്കതും എൻ്റെ ചാനലിൽ കാണുന്ന മിക്കതും ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് നിങ്ങൾക്ക് ബേസ്മെന്റ് കുറവാണ് അല്ലേ? ഇപ്പൊ ബിഗിനേഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മളെ ബേസ്മെന്റ് സെറ്റ് ആവണം. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് കമ്പനി ബോർഡ് LGS അങ്ങ് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ അത് എളുപ്പമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പോരുത്. നിങ്ങൾ ദിവസം നല്ല ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ലിസ്റ്റിനകത്ത് നമുക്ക് മുകളിൽ ഒരു ലിസ്റ്റിന്റെ പേര് വരാനും ജോലി പെട്ടെന്ന് കിട്ടാനും ചാൻസ് കൂടുതലാണ്. ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണ്, പക്ഷെ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. റെഡിയാണോ വർക്ക് ചെയ്യാൻ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ എക്സാം. നല്ല കട്ടായി പഠിച്ചു തുടങ്ങിക്കോ, നിങ്ങൾക്ക് ആ ജോലി കിട്ടും. സെറ്റാണ്. പിന്നെ നമുക്കതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം. എന്ന് വെച്ചാൽ ഇത് അവസരമാണിത്. എന്തിനുള്ള അവസരമാണെന്ന് അറിയാവോ? നമ്മൾ ബിഗിനർ ആണ്, നമുക്ക് PSC പഠിച്ച് തുടങ്ങാൻ പോകുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയാവോ, നിങ്ങൾക്ക് ഈ എക്സാമിന് ഒരു ബേസ്മെന്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. നമ്മളിപ്പം നമ്മളൊരു ചാർട്ട് ഇടുക, അല്ലെങ്കിൽ നമുക്ക് ഇന്ന വർഷത്തിലുള്ള ഒരു ജോലിക്കാരണം അല്ലെങ്കിൽ PSC പഠിച്ചെനിക്ക് ജോലി കിട്ടണം എന്നുള്ളൊരു പ്ലാൻ ഇടുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ബിഗിനർ ആണെങ്കിൽ ഇതൊരു ബേസ്മെന്റ് ആയിട്ട് എടുക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്തായാലും കോമ്പീറ്റ് ചെയ്യാൻ കാണും. ബിഗിനർ ആണ്, ഞാൻ PSC ട്രൈ ചെയ്യാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഞാൻ കുറെ നാൾ മുമ്പ് പഠിച്ചിരുന്നു, ഇപ്പൊ വീണ്ടും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ് എന്നാണ് നിങ്ങളുടെ മനസ്ഥിതി എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊരു ബേസ്മെന്റ് ആയിട്ട് എടുക്കാം. അതിന് പറ്റിയ ഒരു സിലബസ് ആണ് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന സിലബസ്. ഓക്കെ, അപ്പൊ അതിന്റെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ സിലബസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. നമ്മൾ 20 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ആണ്. 20 മാർക്കിന് എന്താണ്, 20 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ 20 മാർക്കിന് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം,
നമ്മൾ ഇന്ന് തൊട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി തുടങ്ങണം. ഇന്ന് തൊട്ട് നിങ്ങൾ പത്രം വായിക്കണം. അതുപോലെ PSC ബുള്ളറ്റിൻ. PSC ബുള്ളറ്റിൻ എന്ന് പറഞ്ഞാൽ PSC തന്നെ ഇറക്കുന്ന ബുള്ളറ്റിൻ എന്താണ് ഒരു സപ്ലിമെന്റ് ആണ് PSC ബുള്ളറ്റിൻ എന്ന് പറഞ്ഞത്. അത് പറ്റുമെങ്കിൽ കളക്ട് ചെയ്യുക, വാങ്ങിക്കാം. ഓൺലൈനായിട്ടൊക്കെ അതിനെ വാങ്ങിക്കാൻ പറ്റും. PSC ബുള്ളറ്റിൻ വാങ്ങിക്കുക. അല്ലെങ്കിൽ അതൊക്കെ യൂട്യൂബ് ക്ലാസ്സിനകത്തൊക്കെ ഒരുപാട് നല്ല ചാനലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി ആയിട്ടും അതൊക്കെ തന്നെ മന്ത്ലി എന്ന് പറഞ്ഞൊക്കെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നോക്കി ഇന്ന് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക കറണ്ട് അഫയേഴ്സിന്റെ കേസിലാണെങ്കിൽ. ഓക്കെ, നമ്മുടെ എക്സാം ഇപ്പോൾ ഒരു എക്സാം വരുന്നുണ്ടെങ്കിൽ ആ എക്സാമിന് 2 വർഷം മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് വരെ നമ്മൾ എന്തായിരിക്കണം, നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, 2 years before 2 വർഷം മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കണം നമ്മൾ കംപ്ലീറ്റ് ആക്കി വെക്കേണ്ടത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2 വർഷം മുമ്പ് എപ്പോഴും നിർത്തണം. എക്സാം എന്നാണോ എക്സാം, ഇപ്പൊ ഇന്നാണ് എക്സാം എങ്കിൽ 1 മാസം മുമ്പ് നമുക്ക് എന്താ കറണ്ട് അഫയേഴ്സിന്റെ പഠനം നിർത്താം. ക്ലിയർ ആയി? അപ്പൊ അതാണ് എന്താ ഒരു ദൈർഘ്യം, ഒരു ഡ്യൂറേഷൻ ഓഫ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, 20 മാർക്കിനുണ്ട്. അതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുപോലെ ദിവസവും കറണ്ട് അഫയേഴ്സ് പഠിക്കണം. എത്ര മണിക്കൂറാ? 1 മണിക്കൂർ മിനിമം, 1 hour മിനിമം എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സ് പഠിക്കണം. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴത്തേക്ക് രാവിലെ നിങ്ങൾക്ക് പത്രം വരും, പത്രം എടുത്ത് വായിക്കാം. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസും എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് നമ്മുടെ ബുക്കിനകത്തോട്ട് മാറ്റി എഴുതാം, പേപ്പറിനകത്തോട്ട് മാറ്റി എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് PSC ബുള്ളറ്റിൻ യൂസ് ചെയ്യാം. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഏതെങ്കിലും യൂട്യൂബിലെ ക്ലാസ്സുകൾ കേൾക്കാൻ പല പല മെത്തേഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് ക്ലിയർ ചെയ്ത് കവർ ചെയ്ത് പോവാം. അപ്പൊ സെറ്റാണ്. 1 hour ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കുക. ഇനി കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ ചെറിയൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും കറണ്ട് അഫയേഴ്സ് നോക്കിയെന്ന് വെച്ചോ. ഇപ്പൊ എന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നലെ ഫൈനലായിരുന്നു, ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലായിരുന്നു, 2020 ഫൈനലായിരുന്നു. അത് ഇന്ത്യ ജയിച്ചു. അപ്പൊ ആ ടോപ്പിക് എന്താ, ക്രിക്കറ്റ് അല്ലേ. ആ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് റാങ്ക് ഫയൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്താ, കുറച്ച് ടോപ്പിക് ഒരുപാട് നോക്കി അങ്ങ് പോകരുത്. അത് നോക്കി സമയം മൊത്തം അതിനകത്ത് പോകരുത്. ജസ്റ്റ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ക്രിക്കറ്റ് വന്നത് കൊണ്ട് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് റാങ്ക് ഫയലിനകത്തുള്ള ആ പേജും ജസ്റ്റ് വായിച്ച് വിടുക. ക്ലിയർ ആണല്ലോ? പഠിക്കാനായിട്ടൊന്നും നിൽക്കേണ്ട, ജസ്റ്റ് വായിച്ചു വിടുക. അത് കണക്ക് ഓരോരോ ഇപ്പം ഏതെങ്കിലും പ്രധാനമന്ത്രിയുടെ പുതിയ ഏതെങ്കിലും പദ്ധതി വന്നു, അല്ലെങ്കിൽ നമ്മുടെ വള്ളംകളി നടന്നപ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന വള്ളംകളികളുടെ ഒരു സംഭവം, എന്താണ് വള്ളംകളി തുടങ്ങിയത്, അങ്ങനെ ഡേറ്റാസ് എല്ലാം പഠിക്കുക. അതാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരുമാതിരി റോ ഡേറ്റ ആയി പോകും. ക്ലിയർ ആണല്ലോ? രണ്ടാമത് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, മാത്സ്. കാരണം വീണ്ടും 20 മാർക്ക് എന്തിനുണ്ട്, മാത്സിനുണ്ട്. അപ്പൊ മാത്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്ട്രോങ് ആയിട്ട് മാത്സ് പഠിക്കണം. ഓക്കെ, മാത്സ് 10 മാർക്ക് എന്തുണ്ട്, മെന്റൽ എബിലിറ്റിക്കും 10 മാർക്ക് നമ്മുടെ അരിത്തമെറ്റിക് കണക്കുകൾക്ക് വേണ്ടിയിട്ടാണ്, സിമ്പിൾ മാത്സിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത് എല്ലാ ദിവസവും 2 മണിക്കൂർ എങ്കിലും, നമുക്ക് ഈ പറയുന്നതെല്ലാം മിനിമം അവർ ആണ്, 2 മണിക്കൂറെങ്കിലും നിങ്ങൾ മാത്സ് പഠിക്കണം. ക്ലിയർ ആയോ? നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് പുതിയ ടെക്നിക്ക് എടുത്ത് ഒരുപാട് നല്ല യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്ന് കുറച്ച് യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ ലിസ്റ്റ് ആകുമ്പോഴത്തേക്കും നല്ല യൂട്യൂബ് ക്ലാസ്സസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യാൻ അങ്ങനെയൊന്നും പഠിക്കണമെന്നില്ല. സെൽഫ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയൽസ് യൂട്യൂബിൽ തന്നെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങനെ യൂട്യൂബ് ക്ലാസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. അല്ല നോക്കിയിട്ട് അതിൻ്റെ ഒരു ക്ലാസ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം, ഏതൊക്കെയാണ് നല്ല യൂട്യൂബ് ക്ലാസ് എന്നുള്ളത്. അങ്ങനെ യൂട്യൂബ് ക്ലാസ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നല്ല യൂട്യൂബ് ക്ലാസ് നിങ്ങൾ കണ്ട യൂട്യൂബ് ക്ലാസ് നല്ല ഏതാണെന്ന് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അത് ബാക്കിയുള്ളവർക്കും കൂടി സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഓൾറെഡി എന്ത് കംപ്ലീറ്റ് ചെയ്തു, ഒരു 20 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ള ടൈമും അതല്ലെങ്കിൽ 20 മാർക്കിന്റെ മാത്സ് പഠിക്കാനുള്ള ടൈമും നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? അപ്പൊ മൊത്തം 40 മാർക്ക് നമുക്ക് അവിടെ തന്നെ കിട്ടി. ഇപ്പൊ ഡെയിലി നമ്മൾ മാത്സ് പഠിക്കുമ്പോഴും കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴും നമ്മുടെ ബേസ് എന്താ, സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഇനി വരുന്ന എല്ലാ എക്സാംസിനും കമ്പനി ബോർഡ് LGS മാത്രമല്ല, ഡെബ്കോ LD ആയാലും VFO ആയാലും ഡിഗ്രി ലെവൽ എക്സാംസ് ആയാലും എല്ലാത്തിനും എന്ത് വേണം, നമ്മുടെ ഈ മാത്സ് വേണം, അതിനകത്ത് കറണ്ട് അഫയേഴ്സ് വേണം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നത് എന്താ, ഒരിക്കലും വേസ്റ്റ് അല്ല. വൺസ് യു സ്റ്റെപ്പ് ഇൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടൈം കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താ, ജോലിയും കൊണ്ടേ തിരിച്ചിറങ്ങത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെ ഫസ്റ്റ് ബേസ്മെന്റ് ആണ് ബിഗിനേഴ്സിന് പഠിച്ച് തുടങ്ങാൻ പറ്റിയ അടിപൊളി എക്സാം ആണ് കമ്പനി ബോർഡ് LGS. അതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് വരുന്നുണ്ടോ നോക്കുക. ചില ആൾക്കാർക്ക് ഇതിനകത്ത് തന്നെ ജോലി കിട്ടും. ചില ആൾക്കാർ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് അടിപൊളി കുറച്ചും കൂടി നല്ലൊരു അടിപൊളി ജോലി കിട്ടും. ക്ലിയർ ആണല്ലോ? പിന്നെ അതുകൊണ്ട് തന്നെ LGS കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓക്കെ ഇതിനകത്ത് സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഇത്രയും പഠിച്ചുകൊണ്ട് അവിടെ എത്തിയതിന്റെ ബേസ് കൊണ്ട് എന്ത് ചെയ്യണം, അടുത്തടുത്ത് ഹൈ ലെവൽ എക്സാംസ് എഴുതി എടുക്കണം. ഓക്കെ, ഞാൻ നിങ്ങൾ ആരും LGS തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്തില്ല. പറയുക എന്താ, അടുത്തടുത്ത എക്സാംസ് ഒക്കെ എഴുതി പോക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത്, നമ്മളിപ്പം 40 മാർക്ക് നമ്മുടെ കയ്യിലായി. 40 മാർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ദിവസവും മാത്സും കറണ്ട് അഫയേഴ്സും പഠിച്ചാൽ നമുക്ക് 40 മാർക്ക് നമ്മളെ കിട്ടും. ഇനി നമുക്കുള്ള എന്താ, 40 മാർക്കുണ്ട്. എന്താ നമ്മുടെ 40 മാർക്ക്, GK.
ഇത് നമുക്കൊരു വൈഡ് ടോപ്പിക്കാണ്. കാരണം നമ്മൾ കറണ്ട് അഫയേഴ്സ് മാത്സും ഡെയിലി പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും, നമുക്ക് ഇതൊക്കെയാണ് പഠിക്കാൻ നമുക്ക് അറിയാം. പക്ഷേ ഇവിടെ വരുമ്പോൾ GK വരുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനുണ്ട്, നമുക്ക് ഇൻഡിപെൻഡൻസ് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചും അതൊക്കെ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബ്രിട്ടീഷുകാർ വന്നതിനെ പറ്റി എല്ലാം പഠിക്കാനുണ്ട്, ഹിസ്റ്ററി പഠിക്കാനുണ്ട്. അതിനൊക്കെ ജോഗ്രഫി, കേരള ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും പഠിക്കാനുണ്ട്. കേരള ജോഗ്രഫിക്ക് 10 മാർക്കുണ്ട്. ഈ 40-നകത്ത് 10 മാർക്ക് ജോഗ്രഫിയിൽ, കേരള ജോഗ്രഫിക്കാണ് 10 മാർക്ക് വരുന്നത്. കേരള ജോഗ്രഫിക്ക് 10 മാർക്ക് വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അത് കേരള ജോഗ്രഫി കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പഠിക്കണം. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഇങ്ങനെ കുഞ്ഞ് 5 മാർക്ക് 15 മാർക്ക് അങ്ങനെ 5 മാർക്ക് 5 മാർക്ക് 5 മാർക്ക് വെച്ചിട്ടാണ്. ഏതാ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കാണ്, സയൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കാണ്, സയൻസ് ടെക്നോളജി സ്പോർട്സ് അങ്ങനെയെല്ലാം വരുന്നത് 5 മാർക്ക്. അങ്ങനെ 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 കുഞ്ഞു 5 മാർക്കിന്റെ പോക്കറ്റ് ആയിട്ടാണ് ബാക്കിയെല്ലാം കിടക്കുന്നത്. അതുപോലെ മെയിൻ ആയിട്ട് നമുക്ക് എന്താ ഈ സംഭവങ്ങൾ GKക്കകത്ത് പഠിക്കണം. കേരള ജോഗ്രഫി കുറച്ചും കൂടി കേരള ജോഗ്രഫി കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി പഠിക്കണം. ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്ക് വരുന്ന അപ്പൊ നമ്മൾ 40 80 മാർക്ക് അവിടെ ആയി, 80 മാർക്കായി. പിന്നെ നമ്മുടെ എന്താ പറഞ്ഞ 40 മാർക്കായി. ഇനി നമുക്കുള്ളത് നമ്മുടെ 20 മാർക്ക് വരുന്നത് സയൻസും പബ്ലിക് ഹെൽത്തും കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, ഇനി 20 മാർക്ക് കൂടിയേ ഉള്ളൂ. ഇതിനകത്ത് എന്താ വരുന്നത്? സയൻസ് പബ്ലിക് ഹെൽത്തും കൂടി ചേർന്നിട്ടാണ്. അത് കുറച്ചും കൂടി ഈസിയാണ്. കാരണം സയൻസ് പറയുമ്പോൾ നമുക്ക് വൈറ്റമിൻസും അങ്ങനത്തെ കുറച്ച്, പിന്നെ സയൻസ് പാടായിട്ടുള്ളവരുണ്ട്. ഞാൻ സയൻസിന്റെ ക്ലാസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. വേറെ യൂട്യൂബ് ചാനൽ ക്ലാസ്സുകളുണ്ട്, അതൊക്കെ നോക്കണം. നമുക്ക് SCERT ടെക്സ്റ്റ് പഠിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ സയൻസും പബ്ലിക് ഹെൽത്തും കൂടി ചേർന്നിട്ട് 20 മാർക്ക്. ഇങ്ങനെയാണ് നമ്മൾ എന്താ മാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ എന്താ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദിവസവും എന്ത് പഠിക്കുക? മാത്സും കറണ്ട് അഫയേഴ്സും പഠിക്കുക. പിന്നെ നിങ്ങൾ സമയം അനുസരിച്ച് പഠിക്കണം. സമയം അനുസരിച്ച് എന്താ GKക്കും സയൻസിനും നമ്മുടെ പബ്ലിക് ഹെൽത്തിനായിട്ട് സമയം കൊടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിനിമം ഒരു 7 മണിക്കൂറാണ് ഇട്ടേക്കുന്നത്. എന്താ എത്ര മണിക്കൂർ? 2 മണിക്കൂർ മാത്സിന്, 1 മണിക്കൂർ കറണ്ട് അഫയേഴ്സിന്. എഴുതിയെടുത്തോ 2 മണിക്കൂർ മാത്സിന്, 1 മണിക്കൂർ കറണ്ട് അഫയേഴ്സിന്, 1 മണിക്കൂർ സയൻസും പബ്ലിക് ഹെൽത്തും കൂടി ചേർന്ന ടോപ്പിക്കിന്, GKക്ക് 3 മണിക്കൂർ. ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇത് നിങ്ങളുടെ സ്റ്റഡിയുടെ റൊട്ടീൻ ഉണ്ടല്ലോ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമല്ലോ. ജോലിക്ക് പോകുന്നവർ കാണും, പഠിക്കാൻ പോകുന്നവർ കാണും, അല്ല വീട്ടമ്മമാർ കാണും, അങ്ങനെ കുട്ടികൾ കാണും നോക്കാൻ. അപ്പോൾ കുറച്ചും കൂടി ടൈറ്റ് ആയിരിക്കും. എല്ലാവർക്കും സ്ട്രഗിൾ ഉണ്ട്. നിങ്ങൾ വിചാരിക്കരുത് ഫുൾ ടൈം PSC പഠിക്കുന്നവരുണ്ട് അവർ പഠിച്ചെടുക്കും, അങ്ങനെയല്ല. സ്ട്രഗിൾ ഉള്ളവരാണ് ഈ പഠിച്ചെടുക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആ ഒരു ചിന്ത, എനിക്ക് ആ ജോലി വേണം, എനിക്ക് ആ ലിസ്റ്റിനകത്ത് മുകളിൽ വരണം, റാങ്ക് ലിസ്റ്റിന് മുകളിൽ വരണം എന്ന തോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മനസ്സിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരും. ഓക്കെ, അപ്പൊ ഒരിക്കലും വിചാരിക്കരുത് എനിക്കിത് കിട്ടത്തില്ല, ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ട്, ഇത്രയും പാടാണെന്നൊന്നും ആരും വിചാരിക്കരുത്. നമുക്ക് വേണമെന്ന് നമ്മൾ വിചാരിക്കുകയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കേൾക്കുകയും ചെയ്യുന്നതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. നമ്മൾ ഗ്രോത്ത് എന്തായിരിക്കും? പതുക്കെ ഇങ്ങനെയായിരിക്കും. മനസ്സിലായ? അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച് വർക്ക് ചെയ്യാം. ഓക്കെ, റെഡി ആണോ? അപ്പം ജസ്റ്റ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. നിങ്ങൾ ടൈം ടേബിൾ, ഇൻഡിവിജ്വൽ ടൈം ടേബിൾ ഒന്നും എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഈ 7 മണിക്കൂർ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് അവിടെ എല്ലാം പ്ലേസ് ചെയ്ത് പഠിച്ച് തുടങ്ങുക. ഓക്കെ, നാളെ ഞാൻ കറണ്ട് അഫയേഴ്സിന്റെ ഒരു ക്ലാസ് എടുക്കാം. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുക്കുക. ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ചാനൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? വേറെ യൂട്യൂബ് ചാനൽ, നല്ല യൂട്യൂബ് ചാനലുണ്ട്, അതിനെല്ലാം റെഫർ ചെയ്യണം. എല്ലാം കൂടി ഒരു ആകത്തുകയായിരിക്കണം. പിന്നെ ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആണ്. എന്ത് പഠിക്കണം അങ്ങനെ വേണ്ട. നിങ്ങൾക്ക് അത് പാടാണ്, അത് വേണ്ട, എനിക്ക് നോക്കാൻ പറ്റത്തില്ല മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ, ടീച്ചറെ അല്ലെങ്കിൽ ചേച്ചി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെ തന്നെ കൺസിസ്റ്റന്റ് നിൽക്കാം. ഓക്കെ, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലാസ് എടുത്ത് മുമ്പോട്ട് പോകാം. ഓക്കെ, പിന്നെ അതിനൊക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണമെങ്കിൽ ഞാൻ നിർത്തിക്കൊണ്ടിരിക്കാം. ഓക്കെ, സെറ്റ് ആണല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങൾ നേടിയെടുക്കണം. കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിനകത്ത് മുകളിൽ നിങ്ങൾ വേണം എന്ന രീതി തന്നെ പഠിക്കണം. ഓക്കെ, എന്നിട്ട് അതിന്റെ അപ്പുറത്തുള്ള എക്സാംസ് എല്ലാം അതിനൊക്കെ ബെബ്കോ LD വരുന്നുണ്ട്, VFO വരുന്നുണ്ട്, ഡിഗ്രി ലെവൽ എക്സാംസ് വരുന്നുണ്ട്. എന്തുമാത്രം എക്സാംസ് ആണ് പറയുന്നത് വരുന്നത്. എന്തായാലും നമ്മൾ ലിസ്റ്റിൽ നിന്ന് ആൾ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ലിസ്റ്റിൽ നിന്ന് ആൾ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ PSCയിൽ ആൾക്കാർ ഇനി വേണ്ട അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് പോസിറ്റീവായിട്ട് കാണുക, പോസിറ്റീവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും വിചാരിക്കരുത് ചെറിയൊരു മൈന്യൂട്ട് നെഗറ്റീവ് തോട്ടുകൾ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് ഇയാൾ കേൾക്കും. ഇയാൾ കേട്ട് കഴിഞ്ഞാൽ വിഷയമാണ്. ക്ലിയർ ആണല്ലോ? അതിന് സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുക. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാം ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. DM ചെയ്യുക, ചോദിക്കുക, പഠിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. സെറ്റാണേ? അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ബൈ.